മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ചലച്ചിത്ര സംവിധായകൻ ജോൺസൺ മാസ്റ്ററുടെ ദീപ്തമായ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുന്നിൽ ഗാനങ്ങളെ കൊണ്ട് ഹൃദയപൂർവ്വം ഒരു പ്രണാമം. നിങ്ങൾക്ക് മുന്നിൽ കൊച്ചിൻ 7 ബീറ്റ്സ് അവതരിപ്പിക്കുന്ന ഈ സ്മൃതി സന്ധ്യ കണ്ടക്ട് ചെയ്യുന്നത് ശ്രീ ഹംസ ഹർഷ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. എത്ര ചികഞ്ഞു നോക്കിയാലും പതിരുകൾ കാണാൻ കഴിയാത്ത പാട്ടിൻ്റെ കതിർക്കരമുള്ള പച്ചപ്പാടങ്ങൾ നമുക്ക് സമ്മാനിച്ച് പിരിഞ്ഞുപോയ ജോൺസൺ മാസ്റ്റർ. ജോൺസൺ മാസ്റ്റർക്ക് എല്ലാ ഗാനങ്ങളും മലയാളി തനിമയുള്ളതും കർണാടക സംഗീതരാഗവും വെസ്റ്റേൺ സംഗീതരാഗങ്ങളുടെയും സമന്വയമായിരുന്നു. ദേവരാജ സംഗീതത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ജോൺസൺ മാസ്റ്ററുടെ ഗാനങ്ങൾ മലയാളി നെഞ്ചേറ്റിയത്. ജോൺസൺ മാസ്റ്ററുടെ വിടവാങ്ങലോടെ മലയാള ചലച്ചിത്ര സംഗീതത്തിൽ നിന്നും വിടവാങ്ങുന്നത് ഹാർമോണിയമാണ്. കൂടുതൽ സംഗീതത്തിൻ്റെ പുതിയ വഴികളിൽ കമ്പ്യൂട്ടറുകളും ഗിറ്റാറുകളും സംഗീത സംവിധായകൻ്റെ പ്രധാന വേഷം ഏറ്റെടുത്തപ്പോൾ ഗിറ്റാറുകളുടെ അതല്ലെങ്കിൽ പാട്ടിൻ്റെ ശബ്ദങ്ങളുടെ അധിഭാവുകത്വം വരുന്ന കാലത്ത് നമുക്ക് ഇല്ലാതായിത്തീരുന്നത് ഹാർമോണിയമാണ്. ജോൺസൺ മാസ്റ്ററുടെ കാലഘട്ടം നമുക്ക് തരുന്നത് ഒരു സംഗീത കാലത്തിൻ്റെ ശ്രുതിയും സ്മൃതിയുമാണ്. ജോൺസൺ മാസ്റ്ററുടെ ഓർമ്മകൾക്ക് മുന്നിൽ ആദ്യ ഗാനം ആലപിക്കാൻ പ്രിയപ്പെട്ട സുഹൃത്ത് കൊച്ചിൻ 7 ബീറ്റ്സിലെ അനിലിനെ ക്ഷണിക്കുകയാണ്. വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന ചിത്രത്തിന് വേണ്ടി ജോൺസൺ മാസ്റ്ററുടെ 27 ചിത്രങ്ങൾ പ്രവർത്തിച്ച ജോൺസൺ മാസ്റ്റർക്ക് 27 മനോഹര ചിത്രങ്ങളും അതിലെ ഗാനങ്ങളും പശ്ചാത്തല സംഗീതവും നൽകിയ സത്യൻ അന്തിക്കാട് എഴുതിയ വിശ്വം കാക്കുന്ന നാഥ എന്ന ഭക്തിഗാനത്തോടുകൂടി ജോൺസൺ സ്മൃതി സന്ധ്യ ഏതോ ജന്മ കൽപ്പനയിൽ ആരംഭിക്കുന്നു. അനിലിനെ ഈ മനോഹര ഗാനം ആലപിക്കുന്നതിന് വേണ്ടി ഏറെ സ്നേഹപൂർവ്വം തൃശ്ശൂരിലെ കേരളത്തിലെ സംഗീത പ്രേമികൾക്ക് മുന്നിൽ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, സംഗീത ചക്രവർത്തി ജോൺസൺ മാഷിൻ്റെ ഈ സംഗീത നിശയിലേക്ക് അതിലൊരംഗമായി തീരുവാൻ സാധിച്ചതിൽ നന്ദി പറയുന്നു. ഈ പ്രോഗ്രാമിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നിങ്ങളുടെ സ്നേഹവും പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് ആരംഭിക്കുന്നു. വിശ്വം കാക്കുന്ന നാഥ, വിശ്വൈക നായക, ആത്മാവിലെരിയുന്ന തീയണയ്ക്കൂ, നിന്നാത്മ ചൈതന്യം നിറയ്ക്കൂ, ആത്മചൈതന്യം നിറയ്ക്കൂ. വിശ്വം കാക്കുന്ന നാഥ, ഇടയൻ കൈവിട്ട കുഞ്ഞാടുകൾ ഇരുളിൽ കൈത്തിരി തിരയുമ്പോ, ഇടയൻ കൈവിട്ട കുഞ്ഞാടുകൾ ഇരുളിൽ കൈത്തിരി തിരയുമ്പോൾ, ആരുമില്ലാത്തവർക്ക് അഭയം നൽകും കാരുണ്യമെന്നിൽ ചൊരിയണമേ, കാരുണ്യമെന്നിൽ ചൊരിയണമേ. വിശ്വം കാക്കുന്ന നാഥ, വിശ്വൈക നായക, ആത്മാവിലെരിയുന്ന തീയണയ്ക്കൂ, നിന്നാത്മ ചൈതന്യം നിറയ്ക്കൂ, ആത്മചൈതന്യം നിറയ്ക്കൂ.
വിശ്വം കാക്കുന്ന നാഥ. അകലാതെയകലുന്നു സ്നേഹാംബരം, നീ അറിയാതെ പോകുന്നു എന്നൊമ്പരം. അകലാതെ അകലുന്ന സ്നേഹാംബരം, നീ അറിയാതെ പോകുന്നു എന്നൊമ്പരം. അന്യനാണെങ്കിലും എൻ്റെ ഈ കണ്ണുനീരന്യനാണെങ്കിലും എൻ്റെ ഈ കണ്ണുനീർ ധന്യമായി തീരട്ടെ നിൻ വീതിയിൽ, ധന്യമായി തീരട്ടെ നിൻ വീതിയിൽ. വിശ്വം കാക്കുന്ന നാഥ, വിശ്വൈകനായക, ആത്മാവിലെരിയുന്ന തീയണയ്ക്കൂ, നിന്നാത്മ ചൈതന്യം നിറയ്ക്കൂ. ആത്മചൈതന്യം നിറയ്ക്കൂ. വിശ്വം കാക്കുന്ന നാഥ. 1978 ഭരതൻ സംവിധാനം ചെയ്ത ആരവം എന്ന ചിത്രത്തിന് പശ്ചാത്തല സംഗീതം ഒരുക്കിക്കൊണ്ട് ജോൺസൺ മാസ്റ്റർ മലയാള ചലച്ചിത്ര സംഗീതത്തിൻ്റെ ഭാഗമാകുന്നത്. ആരവത്തിൽ ജോൺസേട്ടനോടൊപ്പം ഔസേപ്പച്ചൻ എന്ന നമ്മുടെ പ്രിയപ്പെട്ട സംഗീത സംവിധായകനും പ്രവർത്തിച്ചിരുന്നു. ആ സിനിമയിൽ ആരവം എന്ന സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രമായി ശ്രീ ഔസേപ്പച്ചൻ അഭിനയിച്ചിരുന്നു, വയലിൻ വായിക്കുന്ന കഥാപാത്രം. പിന്നീട് 1979 തകര, 1980 ചാമരം, ഈ 3 ചലച്ചിത്രങ്ങൾക്ക് പശ്ചാത്തല സംഗീതകാരനായാണ് ജോൺസൺ മാസ്റ്റർ സിനിമയിലെത്തുന്നത്. ഇതിൻ്റെ എല്ലാം പാട്ടുകൾ ചിട്ടപ്പെടുത്തിയത് MG രാധാകൃഷ്ണനായിരുന്നു. 1981 ഇണയെ തേടി ആന്റണി ഈസ്റ്റ്മാൻ സംവിധാനം ചെയ്ത ഇണയെ തേടി എന്ന ചിത്രത്തിലൂടെ RK ദാമോദരൻ എഴുതിയ ഗാനത്തോടെ, ജോൺ പോൾ തിരക്കഥ എഴുതിയ ആ ചലച്ചിത്രത്തിലൂടെയാണ് ആദ്യമായി ജോൺസൺ എന്ന സംഗീത സംവിധായകൻ്റെ ഒരു ഗാനം ആലേഖനം ചെയ്യപ്പെടുന്നത്. 81 ഏറ്റവും പ്രശസ്തമായ മറ്റൊരു പ്രധാന ചിത്രം ബാലചന്ദ്രമേനോൻ സംവിധാനം ചെയ്ത പ്രേമഗീതങ്ങൾ. സംഭവ സംയോഗം എന്ന രീതിയിൽ പറയട്ടെ, അത് തൃശ്ശൂരിൽ ചിത്രീകരിച്ച ചലച്ചിത്രമായിരുന്നു. അതിലൂടെയാണ് ജോൺസൺ എന്ന സംഗീത സംവിധായകൻ ഏറ്റവും അധികം അറിയപ്പെടുന്നത്. ദേവദാസ് എഴുതിയതായിരുന്നു ഗാനങ്ങൾ. കളകളമൊഴി പ്രഭാതമായി, നീ നിറയൂ ജീവനിൽ പുളകമായി തുടങ്ങി ഒട്ടനവധി ഗാനങ്ങൾ. അടുത്ത ഗാനം പാടുന്നത് മലയാളത്തിൻ്റെ കാതോട് കാതോരം മലയാളികൾ ആസ്വദിക്കുന്ന, കാതോട് കാതോരം മുതൽ പറുദീസ വരെ ഒട്ടനവധി മലയാള ചലച്ചിത്രങ്ങളിലൂടെ നമ്മെ അതിശയിപ്പിച്ച തൃശ്ശൂരിൻ്റെ മറ്റൊരു പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ ഔസേപ്പച്ചനാണ് അടുത്ത ഗാനം ആലപിക്കുന്നത്. നീ നിറയൂ ജീവനിൽ പുളകമായി എന്ന പ്രേമഗീതങ്ങളിലെ ജോൺസൺ എന്ന സംഗീത സംവിധായകനെ മലയാള ചലച്ചിത്ര സംഗീത ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ ആ ഗാനം ജോൺസന്റെ ആത്മസുഹൃത്ത് ഔസേപ്പച്ചൻ്റെ ശബ്ദത്തിൽ ഇന്നത്തെ ഈ മനോഹരമായ സ്മൃതി സന്ധ്യയിൽ ഔസേപ്പച്ചനെ സ്വാഗതം. ജോൺസന്റെ ആദ്യ ചിത്രം ഇണയെ തേടിയായിരുന്നുവെങ്കിലും വലിയ ഒരുക്കപ്പാടോടുകൂടി വലിയൊരു പൂജയോടൊക്കെ കൂടി അന്ന് മദ്രാസിലുള്ള ഞങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ജോൺസന്റെ ആദ്യത്തെ ചിത്രം എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നത് പ്രേമഗീതങ്ങൾ എന്ന സിനിമയിലെ നീ നിറയൂ എന്ന ഗാനത്തോടു കൂടിയായിരുന്നു. ആ ഗാനത്തിന് ജോൺസന്റെ കൂടെ അന്ന് ജോൺസന്റെ അസിസ്റ്റൻ്റായിട്ട് ഞാൻ പ്രവർത്തിച്ചിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കോടമ്പക്കം റോട്ടിൽ ബൈസൺ ഷോറൂം, അതിൻ്റെ അകത്ത് ഒരു കൊച്ചു മുറിയിൽ ഒരു ഹാർമോണിയം വെച്ചിട്ട് ഞാനും ജോൺസണും ഇരുന്ന് ഇപ്പോഴും എൻ്റെ ഓർമ്മകളിലുണ്ട്. ജോൺസൺ ആദ്യമായിട്ട് ഈ ട്യൂൺ ജനിക്കുമ്പോൾ ഞാനന്ന് ജോൺസൻ്റെ കൂടെയുണ്ട്. ജോൺസൺ പാടി അന്ന് അതിൻ്റെ ഓർക്കസ്ട്രേഷൻ്റെ നൊട്ടേഷൻ ഞാൻ എഴുതിയെടുത്ത് സ്റ്റുഡിയോയിൽ പോയിട്ട് എല്ലാവർക്കും കൊടുത്തു. അരുണാചലം സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്തു. അന്ന് ജോൺസൺ ഈ പാട്ട് ഹാർമോണിയം വെച്ച് പാടിയതിൻ്റെ പോലെ തന്നെ ഹാർമോണിയം ഇല്ല, പകരം
കീബോർഡിലൊരു പിയാനോ ഗിറ്റാറൊക്കെ വായിച്ച് അതേ ഒരു കമ്പോസിങ് രൂപേണ ഞാനിവിടെ പാടുകയാണ്. എന്നെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പാട്ട് കണ്ടക്ട് ചെയ്യാൻ ജോൺസൻ്റെ അനുജൻ ചാക്കോനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ജോൺസൻ്റെ പോലെ ഒരു വയലിനിസ്റ്റാണ് ചാക്കോ, വളരെ നല്ല വയലിനിസ്റ്റാണ്. പിന്നെ ഒരു ചെറിയ തിരുത്തൽ വേണമെന്ന് ജോൺസിൻ്റെ പഴയകാല സുഹൃത്തുക്കൾ എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടത് കൊണ്ട് പറയുകയാണ്. ജോൺസിന് അവസാന കാലങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഇൻസ്ട്രുമെൻ്റാണ് ഗിറ്റാർ. എങ്കിലും ജോൺസൺ ഗിറ്റാറിസ്റ്റ് ആയിരുന്നില്ല, ജോൺസൺ വളരെ നല്ലൊരു വയലിനിസ്റ്റായിരുന്നു. ഞാൻ വയലിൻ എടുത്ത് വായിക്കുന്നതിനുള്ള ക്രേസ് തോന്നിക്കുന്നതിൽ ഒരു വ്യക്തി ജോൺസൺ കൂടിയായിരുന്നു. ജോൺസൺ ആ വായിക്കുന്ന സ്റ്റൈലൊക്കെ ഞാൻ കണ്ടിട്ട് എനിക്ക് ആ വയലിൻ വായിക്കുന്നത് എനിക്കും കൂടി തോന്നിയിട്ടാണ് ഞാൻ ഈ വയലിനിസ്റ്റായത്. അപ്പം അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കരുത്, ജോൺസൺ ഗിറ്റാറിസ്റ്റ് ആയിരുന്നില്ല, നല്ലൊരു വയലിനിസ്റ്റ് ആയിരുന്നു. ജോൺസൺ വായിക്കാത്ത ഇൻസ്ട്രുമെൻറ്റ്സ് ഇല്ല, എല്ലാ ഇൻസ്ട്രുമെൻറ്റ്സും വായിക്കാൻ അറിയാം, അങ്ങനെ മറ്റൊരാളില്ല. ജീവനിൽ പുളകമായി ഞാൻ പാടിയ ഗാനമായി ഓർമ്മകൾ നിറയൂ ജീവനിൽ പുളകമായി ഞാൻ പാടിയ ഗാനമായോർമകൾ. തെളിയുമീ ദീപമാ ഇരുളുമീ മനമിതിൽ പടരുമീ ഈണമായി തകരുമെൻ വീണയിൽ നിറയോ ജീവനിൽ പുലകമായി ഞാൻ പാടിയ ഗാനമായോർമകൾ. തഴുകുമീ തെന്നല വളരുമീ മനമിതിൽ തഴുകുമീ തെന്നല വളരുമീ മനമിതിൽ വിളങ്ങുമീ താരമായി വിളരുമെൻ സീമയിൽ നീ നിറയൂ ജീവനിൽ പുളകമായി ഞാൻ പാടിയ ഗാനമായോർമകൾ ഓർമ്മകൾ ഓർമ്മകൾ ഓർമ്മകൾ. താങ്ക് യു. 1981 നിന്ന് 82 ഒരു മികച്ച ഗാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ടൈറ്റിൽ അത് തന്നെയാണ്. ഏതോ ജന്മകൽപ്പനയിൽ ഇവിടെ വരികയും കുറേ പാട്ടുകൾ നമുക്ക് തരികയും കുറേ മികച്ച ചലച്ചിത്രങ്ങൾക്ക് പശ്ചാത്തല സംഗീതം ഒരുക്കുകയും ചെയ്ത മ്യൂസിക് സയൻറ്റിസ്റ്റ് ആയിരുന്നു ജോൺസൺ മാസ്റ്റർ. 1982 പുറത്തിറങ്ങിയ ജോൺ ബോൾ തിരക്കഥ എഴുതി ഭരതൻ സംവിധാനം ചെയ്ത പാളങ്ങൾ എന്ന സിനിമയിലെ ഗാനമാണ് നാം കേൾക്കാൻ പോകുന്നത്. അതിമനോഹരമായ ദൃശ്യഭംഗി കൊണ്ട് മലയാളിയെ ഇന്നും ആകർഷിക്കുന്ന സെറീന വഹാബും നെടുമുടി വേണുവും ചേർന്ന് നമുക്ക് പകർന്നു തന്ന ദൃശ്യാനുഭവമായിരുന്നു
ഈ ചലച്ചിത്രവും ഈ ഗാനവും. ഏതോ ജന്മകൽപ്പനയിൽ പൂവച്ചൽ ഖാദർ എഴുതിയ അതിമനോഹരമായ കവിതയാണ്. ജോൺസേട്ടൻ്റെ ഏറ്റവും ഡിഫറൻ്റായ കോമ്പോസിഷനാണ്. ഇന്നും ഈ പാട്ട് കേൾക്കുമ്പോൾ നാം ഒഴുകിപ്പോകുന്നത് ആ കാലത്തേക്കാണ്. പഴയ ക്യാമ്പസുകളിലേക്കും പഴയ നമ്മുടെ ഓർമ്മകളിലേക്കും പഴയ തിയേറ്ററുകളിലേക്കും നമ്മൾ തിരിച്ചു പോകുന്നു. ഗാനം ആലപിക്കുന്നതിന് വേണ്ടി മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ഗായിക, മലയാളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ പ്രിയപ്പെട്ട ഗായിക, ഒന്നാം തരം അഭിനേത്രി കൂടിയായ, ആക്ട്രസ് കൂടിയായ നിങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട ഗായിക ചിത്ര അയ്യരെ ആഹ്ലാദപൂർവ്വം ഏതോ ജന്മകൽപ്പനയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇതുപോലൊരു പരിപാടിയിൽ എനിക്കും പങ്കെടുക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സെബിക്കും ഈ ഓർക്കസ്ട്ര ടീമിനും എൻ്റെ നന്ദി. ആൻഡ് ഇതുപോലൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചതിന് ഒരുപാട് അഭിനന്ദനങ്ങൾ. ഐ തിങ്ക് ഇറ്റ്സ് എ ഗ്രേറ്റ് തോട്ട്, ഇറ്റ്സ് എ ഫാന്റാസ്റ്റിക് ഐഡിയ. ആൻഡ് ഈ ഓർക്കസ്ട്രയ്ക്ക് എൻ്റെ എല്ലാ ബെസ്റ്റ് വിഷസും. ഏതോ ജന്മകൽപ്പനയിൽ ഏതോ ജന്മവീഥികളിൽ എന്നും നീ വന്നു. ഒരു നിമിഷം നീ ഒരു നിമിഷം വീണ്ടും നമ്മളൊന്നായി. ഏതോ ജന്മകൽപ്പനയിൽ ഏതോ ജന്മവീഥികളിൽ പാടങ്ങളെങ്ങോ ചേരും നേരം
പത്മരാജൻ മലയാള ചലച്ചിത്ര രംഗത്തെ ഏറ്റവും പ്രഗത്ഭനായ കലാകാരൻ. സാഹിത്യത്തിൻ്റെ മേഖലയിൽ നിന്നും സാഹിത്യത്തിൻ്റെ ഭൂമികയിൽ നിന്നും സിനിമയിലെത്തി നമ്മെ അതിശയിപ്പിച്ച തിരക്കഥയുടെ മഹാരാജൻ. പത്മരാജൻ സംവിധാനം ചെയ്ത 17 ചലച്ചിത്രങ്ങൾക്ക് ജോൺസൺ മാസ്റ്റർ ഗാനങ്ങളും പശ്ചാത്തല സംഗീതവും ഒരുക്കി. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന ചലച്ചിത്രം ഇന്നും നമ്മെ അതിശയിപ്പിക്കുന്നു, ആഹ്ലാദിപ്പിക്കുന്നു. സോളമൻ്റെ ഒറിജിനൽ സോളമൻ്റെ സോങ് ഓഫ് സോങ്സിൽ ബൈബിളിൽ നാം വായിച്ചതിനേക്കാൾ ഏറ്റവും കൂടുതൽ മുന്തിരിത്തോപ്പുകൾ എന്ന ചലച്ചിത്രം കണ്ടിട്ട് ആളുകൾ ബൈബിൾ അന്വേഷിച്ചു പോയി. കാമുകിയുടെ ഹൃദയത്തിൽ എഴുതുന്ന വരികളായി ഓട്ടോഗ്രാഫുകളിൽ നമ്മളത് കുറിച്ചിട്ടു. ജാതി മതഭേദമന്യേ ബൈബിൾ എല്ലാവരും വായിക്കാൻ തുടങ്ങി, പ്രത്യേകിച്ചും സോളമൻ്റെ സോങ്ങുകൾ. നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അധികാലത്തിനെൻ്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി മുന്തിരിവള്ളികൾ തളിർത്ത് പൂവിടരുകയും മാതൃനാരകം പൂക്കുകയും ചെയ്തൊന്ന് നോക്കാം. അവിടെ വെച്ച് ഞാൻ നിനക്കെൻ്റെ പ്രേമം തരും. എഴുതിയ തലമുറകൾ ഞങ്ങളാണ്. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ ഇന്നും നമുക്ക് പ്രിയപ്പെട്ട ചലച്ചിത്രമാണ്. ഇതാ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്നും അതിമനോഹരമായ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഗാനം പവിഴം പോൽ പവിഴാധരം പോൽ എന്ന ONV സാറിൻ്റെ അതിമനോഹരമായ കവിത, ജോൺസൺ മാസ്റ്ററുടെ അതിമികച്ച സംഗീതം ആലപിക്കുന്നത് ഏഷ്യാനെറ്റ് ഗാനമേള എന്ന സംഗീത പരിപാടിയിൽ നിന്നും ഏറ്റവും മികച്ച ഗായകനായി തിരഞ്ഞെടുക്കപ്പെട്ട അരങ്ങുകളിൽ ഒട്ടനവധി ആസ്വാദകർക്ക് മുന്നിൽ തിളങ്ങി നിൽക്കുന്ന കലാകാരൻ ഗായകൻ അനിൽ. മുന്തിരിത്തോപ്പുകളിലെ സോളമൻ്റെയും സോഫിയുടെയും പ്രണയാർദ്രമായ ഓർമ്മകളിലേക്ക് ജോൺസന്റെ സംഗീതവുമായി ഒരു പത്മരാജ ഗാന സ്മൃതി. പവിഴാധരം പോ പനിനീർ പൊന്മുകുളം പോ പവിഴം പോ പവിഴാധരം പോ പനിനീർ പൊന്മുകുളം പോ പുതുശോഭയിടും നിറമുന്തിരി മുഖസൗരഭമോ പകരുന്നു പവിഴം പോ പവിഴാധരം പോ പനിനീർ പൊന്മുകുളം പോ മാതളങ്ങൾ തളിർച്ചൂടിയില്ലേ കതിർപ്പാൽമണികൾ കണമാർന്നതില്ലേ മതകൂജനമാമിണപ്പാക്കളില്ലേ മാതളങ്ങൾ തളിർച്ചൂടിയില്ലേ കതിർപ്പാൽമണികൾ കണമാർന്നതില്ലേ മതകൂജനമാമിണപ്പാക്കളില്ലേ പുലർവേളകളിൽ വയലേലകളിൽ കണി കണ്ടുവരാ കുളിർച്ചൂടി വരാ പവിഴം പോ പവിഴാധരം പോ പനിനീർ പൊന്മുകുളം പോ നിന്നനുരാഗമിരൻ സിരയിൽ സുഖഗന്ധമേഴും മതിരാസവമാ ഇളമാനിന നിൻ കുളിർമാറിൽ സഖീ
അനുരാഗമിതൻ സിരയിൽ സുഖഗന്ധമിടും മതിരാസവമായി ഇളമാനിളവിൻ കുളിർമാറിൽ സഖി തളിരാദ്രമിതാ തലചാക്കുവാനായി വരു സുന്ദരിയൻ മനശൈലിൽ പവിഴം പോൽ പവിഴാതരം പോൽ പനിനീർ പൊന്മുകുളം പോൽ പുതുശോഭയിടും നിറമുന്തിരികിൽ മുഖസൗരഭമോ പകരുന്നു പവിഴം പോൽ പവിഴാതരം പോൽ പനിനീർ പൊന്മുകുളം പോൽ പുതുശോഭയിടും നിറമുന്തിരികിൽ മുഖസൗരഭമോ പകരുന്നു പവിഴം പോൽ പവിഴാതരം പോൽ പനിനീർ പൊന്മുകുളം പോൽ. സത്യനന്ദികാടിനെ പോലെ പത്മനാഭൻ സാറിനെ പോലെ തന്നെ ബാലചന്ദ്ര മേനോൻ മലയാളി ഇപ്പോഴും യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടാത്ത വളരെ ആനുകാലിക പ്രസക്തിയുള്ള ചലച്ചിത്രങ്ങൾ സൃഷ്ടിച്ച സംവിധായകനായിരുന്നു ബാലചന്ദ്ര മേനോൻ. ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത ശേഷം കാഴ്ചയിൽ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനം പി ജയചന്ദ്രൻ ചേട്ടനും പാടിയിട്ടുണ്ട്, ജാനകി അമ്മയും പാടിയിട്ടുണ്ട്. കോന്നിയൂർ ഭാസ് എന്ന ഗാനരചയിതാവിൻ്റെയാണ് രചന. പി ജയചന്ദ്രൻ ചേട്ടനെ കൊണ്ട് ഞങ്ങൾ ഒഴിവുള്ള സമയത്തെല്ലാം ഈ ഗാനം പാടിക്കും. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി ദൂരെ താഴെ തളിരാർന്നു പൂവനങ്ങൾ മോഹം. ഈ പാട്ട് അസാമാന്യമായ മോഹമുണ്ടാക്കുന്ന ഗാനമാണ്. പി ജയേന്ദ്രൻ ചേട്ടൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു അസാന്നിധ്യത്തിൽ, അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകൾക്കൊപ്പം ജോൺസൺ എന്ന അദ്ദേഹത്തിൻ്റെ പ്രിയ സുഹൃത്തിൻ്റെ ഈ ഗാനം ഇവിടെ ജ്യോതി മേനോൻ്റെ ശബ്ദത്തിൽ കേൾക്കുക. മോഹം കൊണ്ട് സംഗീതമാകുന്ന വലിയ കടലിനപ്പുറത്തേക്ക് മറുകര തേടിപ്പോയ ജോൺസൺ മാസ്റ്റർക്ക് പ്രണാമവുമായി പ്രിയ ഗായിക ജ്യോതി മേനോൻ. ഇതാ